ഉത്തര കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് കൊട്ടിയൂർ. ദക്ഷിണകാശി എന്നും അറിയപ്പെടുന്ന ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊട്ടിയൂർ എന്ന പ്രദേശത്ത് ബാവലി നദിയുടെ തീരത്താണ്. ദക്ഷയാഗ കഥയുമായാണ് കൊട്ടിയൂരിന്റെ ഉൽപ്പത്തി പുരാവൃത്തം ബന്ധപ്പെട്ട് പറയപ്പെടുന്നത്. പിതാവിനാൽ അപമാനിതയായ ദക്ഷപുത്രി സതീദേവി യാഗാഗ്നിയിൽ ജീവനൊടുക്കി. പത്നീവിയോഗത്താൽ കോപാകുലനായ കൈലാസനാഥൻ ജടപറിച്ച് നിലത്തടിച്ചപ്പോൾ അതിൽ നിന്നും വീരഭദ്രനും ഭദ്രകാളിയും അവതരിച്ചുവത്രേ. ഭദ്രകാളിയോടും ഭൂതഗണങ്ങളോടുമൊപ്പം വീരഭദ്രൻ യജ്ഞശാലയിൽ ഇരച്ചു കയറി. ഭദ്രകാളി ദക്ഷന്റെ യാഗശാലയും പരിസരവും തകർത്ത് തരിപ്പണമാക്കി. യാഗശാലയിൽ പ്രവേശിച്ച വീരഭദ്രൻ ദക്ഷന്റെ തലയറുത്തു മാറ്റി. തുടർന്ന് യാഗം അപൂർണമായി തീരുന്നത് ലോകനാശത്തിന് കാരണമാകും എന്ന ഋഷിമാരുടെ അഭ്യർത്ഥന മാനിച്ച് മഹാദേവൻ ഒരു ആടിന്റെ ശിരസ് നൽകി ദക്ഷനെ പുനർജീവിപ്പിച്ചു. ഈ മഹായാഗം നടന്ന സ്ഥലമാണ് ഇന്ന് കൊട്ടിയൂർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സതീദേവി അഗ്നിയിൽ എടുത്തു ചാടി മറഞ്ഞ സ്ഥലം പിന്നീട് അമ്മാറക്കല്ല് എന്ന നാമത്തിൽ ആരാധന നടത്തിവരുന്നു. പുരാകാലത്ത് ഇവിടുത്തെ പൂജാവിധികൾ പരശുരാമകൽപിതമായാണ് നടത്തിവന്നിരുന്നത്. എന്നാൽ ഇന്ന് അനുവർത്തിച്ചു വരുന്ന കർമ്മങ്ങളും ചടങ്ങുകളും നവീകരിച്ചത് ശങ്കരാചാര്യസ്വാമികൾ ആണെന്നാണ് വിശ്വസിക്കുന്നത്. അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ സ്വയംഭൂ പ്രതിഷ്ഠയ്ക്ക് പുറമെ 3 ചപ്പാരൻ വാളിലും 1 മുതിരേരി വാളിലും അമ്മാറക്കല്ലിലുമാണ് പൂജാതി കർമ്മങ്ങൾ നടത്തപ്പെടുന്നത്. വീരഭദ്രൻ ദക്ഷന്റെ തലയെറുത്തു മാറ്റാൻ ഉപയോഗിച്ചിരുന്ന വാളാണത്രേ മുതിരേരി വാൾ എന്ന നാമത്തിൽ അറിയപ്പെടുന്ന ആയുധം. കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഓടപ്പൂവും ആലിംഗന പുഷ്പാഞ്ജലിയും ദേശസൂചിക പദവിയിൽ ഇടം നേടിയതാണ്. ആലിംഗന പുഷ്പാഞ്ജലി നിർവഹിക്കുന്നത് തളിപ്പറമ്പിനടുത്തുള്ള കുറുമാത്തൂർ എന്ന പ്രദേശത്ത് താമസിക്കുന്ന നായിക്കൻ എന്ന സ്ഥാനപ്പേരുള്ള വ്യക്തിയാണ്. സ്വയംഭൂ സ്ഥാനത്ത് നിൽക്കുന്ന നാളം എന്നറിയപ്പെടുന്ന ചെറിയ പൊത്തിലേക്കിറങ്ങി കണ്ണീരോടെ സ്വയംഭൂ പ്രതിഷ്ഠ ആലിംഗനം ചെയ്യുന്ന കർമ്മമാണിത്. പ്രകൃതി പോലും നിശ്ചലമാകുന്ന ഒരു സന്ദർഭമാണ് ആലിംഗന പുഷ്പാഞ്ജലി വേള എന്നാണ് ഭക്തർ പറയപ്പെടുന്നത്. കൊട്ടിയൂർ ക്ഷേത്രം എന്ന നാമം കേൾക്കുമ്പോൾ തന്നെ ആരുടെ മനസ്സിലും എത്തിച്ചേരുക ഓടപ്പൂവായിരിക്കും. ഇതിനു പിന്നിലുമുണ്ട് ഒരു ഐതിഹ്യം. ദക്ഷൻ സതീദേവിയെ അപമാനിച്ചപ്പോൾ ഭൃഗുമഹർഷി തന്റെ ധവളവർണ്ണമായ താടി തടവിച്ചിരിച്ചിരുന്നു പോലും. തുടർന്ന് അഹങ്കാരത്തിന്റെ പ്രതീകമായ താടി വീരഭദ്രസ്വാമി പറിച്ചെടുത്ത് വലിച്ചെറിഞ്ഞു. പിൽക്കാലത്ത് തിന്മയെ ഉന്മൂലനം ചെയ്ത് നന്മയെ ഉൾക്കൊള്ളുന്നതിനുള്ള പ്രതീകമായി ഭക്തർ ഓടപ്പൂ വീടുകളിലും വാഹനങ്ങളിലും വാങ്ങി സൂക്ഷിച്ചു പോരുന്നു. ബ്രാഹ്മണർ, കുറിച്യർ, ഒറ്റപ്ലാന്മാർ എന്നീ 3 സമുദായക്കാർക്കും തുല്യ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിന് സമീപമാണ് ഭക്തർക്ക് പ്രവേശനമില്ലാത്ത ആയില്യാർകാവ്. മേടമാസത്തിലെ വിശാഖത്തിന് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് നാൾ കുറിക്കുന്നത്. അന്നേ ദിവസമാണ് ഭക്തർക്ക് പ്രവേശനമില്ലാത്ത ആയില്യാർകാവിൽ പൂജ നടക്കുന്നത്. ഇക്കരെ ക്ഷേത്രത്തിലെ ജന്മശാന്തിയായ പടിഞ്ഞാറ്റ നമ്പൂതിരിയാണ് ഈ കർമ്മം നിർവഹിക്കുന്നത്. മേടമാസത്തിലെ വിശാഖം നാളിലും നീരെഴുന്നള്ളത്ത് നാളിലും മാത്രമാണ് ആയില്യാർകാവിൽ മനുഷ്യർക്ക് പ്രവേശനം. പ്രഭുവത്തിനും നീരെഴുന്നള്ളത്ത് നാളിലും ആയില്യാർകാവിൽ പൂജയ്ക്കു വേണ്ടി കനലിൽ ചുട്ടെടുക്കുന്ന നിവേദ്യമാണ് അപ്പട നിവേദ്യം. മഞ്ഞളപ്പം എന്ന നാമത്തിലും അറിയപ്പെടുന്ന ഈ പ്രസാദം വളരെ പ്രാധാന്യമുള്ള നിവേദ്യമാണ്. പടിഞ്ഞാറ് തറവാട്ടംഗങ്ങളിൽ പ്രസാദം സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് പൊതുവെ മധുരരസം അനുഭവപ്പെടുന്ന ഈ നിവേദ്യം ചിലർക്ക് കയ്പുരുചി നൽകാറുണ്ടത്രേ. കയ്പുരുചി അനുഭവപ്പെടുന്നവർ അടുത്ത വൈശാഖ മഹോത്സവം വരെ ജീവിച്ചിരിക്കില്ല എന്നതാണ് വിശ്വാസം. വിശാഖം നാളിലെ ഭണ്ഡാരമെഴുന്നള്ളത്തിനു മുൻപും മകന്നാളിലെ ഉച്ചശീവേലിക്ക് ശേഷവും സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശനമില്ല. എന്നാൽ അക്കരെ കൊട്ടിയൂരുള്ള കൂത്തമ്പലത്തിൽ നങ്ങ്യാർ സ്ത്രീക്ക് ഉത്സവനാളിൽ ഏതു ദിനവും പ്രവേശിക്കാവുന്നതാണ്. ഇടവമാസത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്തിര വരെ 28 ദിനം നീണ്ടു നിൽക്കുന്നതാണ് ഇവിടുത്തെ മഹോത്സവം.
കേരളത്തിനു പുറമെ കർണാടക, ആന്ധ്ര, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും 10,000-കണക്കിന് ഭക്തർ എത്തിച്ചേരുന്ന, പ്രകൃതിയിൽ ലയിച്ചു ചേരുന്ന ഒരു മഹോത്സവം തന്നെയാണ് വൈശാഖ മഹോത്സവം.